Hello everyone. Welcome to another lesson about the preposition on. Preposition of placeലെ on എന്ന prepositionനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. പൊതുവെ on യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സർഫേസ് അല്ലെങ്കിൽ പ്രതലത്തെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. It could be a horizontal surface, vertical surface, or even a body part. Horizontal surface എന്ന് പറയുമ്പോൾ ബീച്ച്, ഗ്രൗണ്ട്, ടേബിൾ എന്നിവയൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇനി വെർട്ടിക്കൽ സർഫേസ് എന്താണെന്ന് നോക്കാം. എ വോൾ, വിൻഡോ, സ്ക്രീൻ. ബോഡി പാർട്ട്, ഹെഡ്, ഷോൾഡർ, ലെഗ്. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിൻ്റെ മുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓൺ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് എ മോൾ ഓൺ ഹെർ ഫേസ്. വെർട്ടിക്കൽ സർഫേസിനൊരു ഉദാഹരണം നോക്കാം. ദർ ഈസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ദെൻ ബോഡി പാർട്ട്, ഷീ ഹാസ് എ ബാഗ് ഓൺ ഹെർ ഷോൾഡർ. ഒരു പ്രത്യേക ദിവസം, ഡേറ്റ് എന്നിവയെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ആൻ എക്സാം ഓൺ മൺഡേ. ഇവിടെ മൺഡേ എന്ന ദിവസത്തെ സ്പെസിഫൈ ചെയ്ത് കാണിക്കാനാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെർ ബർത്ത്ഡേ ഈസ് ഓൺ ഏപ്രിൽ 10. ഒരു പ്രത്യേക ഡേറ്റിനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി ആണ് ഈ സെൻറ്റൻസിൽ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത്. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾ ഓൺ ഫ്രൈഡേ മോർണിംഗ്. ഇവിടെയും ഒരു പ്രത്യേക ദിവസത്തെ സൂചിപ്പിക്കാനാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. യൂസ് ടു ഇൻഡിക്കേറ്റ് എ ബോഡി പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് എ ബാൻഡേജ് ഓൺ ഹെർ ആം. അവളുടെ കയ്യിൽ ഒരു ബാൻഡേജ് ഉണ്ട്. ദർ ഈസ് എ സ്കാർ ഓൺ ഹിസ് നീ. അവൻ്റെ മുട്ടിൽ ഒരു പാടുണ്ട്. ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷനാണ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ഡിവൈസ് ഓർ എ മെഷീൻ. എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ലിസണിങ് ടു മ്യൂസിക് ഓൺ മൈ ഫോൺ. ഇവിടെ ഫോൺ എന്ന ഡിവൈസിനെ സൂചിപ്പിക്കാനാണ് ഓൺ ഉപയോഗിച്ചിരിക്കുന്നത്. ദ മൂവി ഈസ് പ്ലേയിങ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇവിടെയും കമ്പ്യൂട്ടർ എന്ന ഡിവൈസിനെ സൂചിപ്പിക്കാനാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിപ്പോസിഷൻ ഓണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.